നമ്മുടെ നാട്ടിലോട്ട് പോവുകയാണ്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മെയിനായിട്ട് നാട്ടിലോട്ട് പോകുന്നത്. ഇതൊരു സർപ്രൈസ് വിസിറ്റാണ്, ആരും അറിഞ്ഞിട്ടില്ല. ഈ ഹെൽത്ത് ഇഷ്യൂസും എൻ്റെ അറിയിപ്പും കൂടെയും അങ്ങ് മിക്സായി പോയി. നാളെ അറിയിപ്പ് ചടങ്ങാണ്. അപ്പോഴേ നാളെ അറിയിപ്പ് ചടങ്ങ് നമ്മളില്ലാത്ത അറിയിപ്പ് ചടങ്ങാണ്. അപ്പോൾ ഇപ്പം വെളുപ്പിന് 4 മണിയാണ്. നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ വന്ന് ഇറങ്ങിയൊരു ടാക്സി വിളിച്ച് ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഹസ്ബൻഡ് വീട്ടിലാണ് നേരെ പോയത്. അവിടെ 4 മണിയാണ്. അമ്മ ഉറക്കം എഴുന്നേറ്റില്ല. അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. നമുക്ക് നമ്മയെ പേടിപ്പിക്കാം. കഥ തുറക്കോ? ആരൊന്നും കണ്ടില്ല. ഇങ്ങനെ ആക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വെയിറ്റ് തോന്നിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പം അറിയിപ്പ് ചടങ്ങാണ്. ചേച്ചി ഇതിൻ്റെ നാത്തൂനാണ്. ചേച്ചിയും സെയിം 5 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പോഴേ ചേച്ചിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ ജസ്റ്റ് പലഹാരങ്ങളൊക്കെ ചേച്ചിക്ക് കൊടുക്കുകയാണ്. ചേച്ചി എനിക്ക് തന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ എല്ലാവരും ഇപ്പോൾ ഉണ്ട്. 5 മാസം അറിയിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും 5 കൂട്ടം പലഹാരങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ചെക്കൻ്റെ വീട്ടിലെ ആൾക്കാർ 5 കൂട്ടം പലഹാരങ്ങളുമായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ കൊടുക്കുന്നതാണ്. ഇത് ട്രിവാൻഡ്രത്തും കൊല്ലത്ത് ഒക്കെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം അങ്ങോട്ടുള്ള സൈഡിലൊന്നും ഇതുപോലെ 5 മാസം അറിയിപ്പില്ല. അപ്പോൾ നമ്മൾ പോവുകയാണേ. പോയപ്പോഴത്തേക്ക് ഇത് ഉണ്ണിയാമ്മനാണ്. ഉണ്ണിയാമ്മ എന്നെ കണ്ട് വിളിച്ച് പറഞ്ഞ് സർപ്രൈസായിട്ട് വന്നു. അങ്ങനെ എൻ്റെ അമ്മമ്മ വല്യമ്മ അവരെല്ലാവരും സർപ്രൈസാക്കി. അങ്ങനെ നേരെ പോവുകയാണ് അമ്മേനെയും അച്ഛനെയും കാണാനായിട്ട്. അങ്ങനെ ഞാൻ വന്നെന്ന് ആരോ പറഞ്ഞ് അമ്മ തുള്ളിച്ചടി നടന്ന് വരുന്നുണ്ട്. അവിടെ നിൽക്കണ മാമനാണ് എൻ്റെ. അമ്മ വന്നു. അമ്മയ്ക്ക് വിഷമമൊക്കെയായി. അത് നല്ലോണം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഇതെന്തൊരു കാണിക്കണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ അന്നയോടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 5 കൂട്ടം പലഹാരങ്ങൾ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ കൊടുക്കുന്ന പതിവില്ല സാധാരണ. ജസ്റ്റ് നന്ദു ഇതുപോലെ 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു പോകും. അപ്പോഴത്തേക്കും ജസ്റ്റ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് 7 മാസം അറിയിപ്പ് പൊങ്കാല ചടങ്ങിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇത് അമ്മായിയാണ്. ഇങ്ങനെ എല്ലാ പലഹാരത്തിൽ നിന്നും കുറേശ്ശെയായിട്ട് നമുക്കെടുത്ത് ഇങ്ങനെ തരുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രത്ത് 5 മാസം അറിയിപ്പും പിന്നെ 7 മാസത്തിൽ പൊങ്കാലയാകുമ്പോഴത്തേക്കും അവർ ഇതുപോലെ വെളുപ്പിന് പൊങ്കാല ഇട്ടിട്ട് അതുപോലെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന്
ചെറുക്കൻ്റെ വീട്ടിലോട്ട് 7 കൂട്ടം പലഹാരങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് പെണ്ണിനെ വിളിച്ചുകൊണ്ട് പെണ്ണിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരു ചടങ്ങ്. ഈ 2 ചടങ്ങുകൾ മാത്രമേ കോമൺലി ഉള്ളൂ. ഇതെൻ്റെ വല്യമ്മ കേട്ടോ. വല്യമ്മ ഇതുപോലെ ഇങ്ങനെ പിന്നെ അയച്ച് തരുവാണ്. എല്ലാവർക്കും സർപ്രൈസായി. നമ്മൾ സർപ്രൈസായിട്ട് ഒന്നും ആരെയും അറിയിച്ചില്ലായിരുന്നു. കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഇതേപോലെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയും കുഞ്ഞേയും അച്ഛനും എല്ലാവരും എന്നെ മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു, നാട്ടിൽ വാ എന്നും പറഞ്ഞിട്ട്. ഞാനാണിങ്ങനെ മടിച്ച് ഇങ്ങനെ ജൂലൈയിൽ വരാം എന്നുള്ള ഒരു പ്ലാനിലൊക്കെ നിന്നത്. പക്ഷേ അങ്ങോട്ട് ബേബീസ് സമ്മതിച്ചില്ല. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ വന്നു. അതും കറക്റ്റ് സമയത്താണ് നമ്മൾ എത്തിയെന്നാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇതുപോലെ വരണം, ഇതുപോലെ അറിയിപ്പിന് കൂടണം, അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു ഇതിൽ ഫ്ലോയിൽ